മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായ വിഷയത്തിൽ പ്രതിഷേധങ്ങൾക്കെതിരെ ന്യായീകരണവുമായി മുഖ്യമന്ത്രി. ആദ്യമായല്ല 3 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോകുന്നതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തിരച്ചിൽ നടത്തിയിട്ടില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മന്ത്രി സന്ദർശിക്കാത്തതിലും വി.ഡി. സതീശൻ മൗനം പാലിച്ചു. കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറേ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്, 3 പേര്. പക്ഷേ ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ ഇന്നും തെരച്ചിൽ നടത്താണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അമൽനാഥ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്നേക്ക് 10 ദിവസം തികയുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള ഏകോപനവും യാതൊന്നും സാധ്യമായിട്ടില്ല. ഈ മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്, അതായത് ഈ 3 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോകുന്നതൊന്നും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഒരു തിരച്ചിൽ നടത്തിയിട്ടില്ലെന്നാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ഇതുപോലെ മത്സ്യത്തൊഴിലാളികളൊക്കെ കാണാതെ പോയിട്ടുണ്ട്. അന്ന് ഇത്രയും ദിവസമൊന്നും എടുത്തിട്ടില്ല. കാര്യക്ഷമമായ ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. മന്ത്രിമാർ അവരെ ക്യാമ്പ് ചെയ്ത് അവിടെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്നത്തെ ഈ സർക്കാർ നടത്തുന്നില്ല. അതിനെതിരെയാണ് ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബവും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ന്യായീകരണം എത്ര പറഞ്ഞാലും അത് ഇനി മാറ്റി പറയാൻ സാധിക്കാത്ത ഒന്നാണ്. അതിനെതിരെ കുടുംബം തന്നെ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തീർച്ചയായും ഈ കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായത്, ഇത് ആദ്യ സംഭവമല്ല. അതായത് കേരളത്തിൽ ഇതിനു മുന്നേ തന്നെ സമാനമായ രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യൻ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള തിരച്ചിലാണ് നടത്തുന്നത്. എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നത് വളരെ വ്യക്തമാണ്. തുടക്കം മുതൽ തന്നെ ഈ കാണാതായവരുടെ കുടുംബങ്ങൾ ഉന്നയിക്കുന്ന പരാതി, ഒരു തരത്തിലുള്ള ഏകോപനമില്ല. അതോടൊപ്പം തന്നെ തുടക്കം മുതൽ ആദ്യത്തെ 4 ദിവസം സർക്കാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്ന ഒരു നടപടിയായിരുന്നു ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യമായല്ല 3 മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിൽ കാണാതാകുന്നത്. മുന്നേ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കമ്പാരിസൺ, ഒരു താരതമ്യമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു പരിഹാസ നടപടി അത് ഒരിക്കലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നടപടികൾ, അതായത് ഈ ഒരു പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുടുംബം ഒട്ടും തൃപ്തരല്ല. അല്പസമയം മുൻപേ നമ്മുടെ ഈ ഒരു കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവർ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങൾക്ക് വേണ്ടത് റെസ്ക്യൂ നടപടികളാണ്, അല്ലാതെ സെർച്ചിങ് നടപടികളല്ല എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഈ തൊഴിലാളികൾ കടലിൽ കാണാതായ സാഹചര്യത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്, അല്ലാതെ അവരുടെ മൃതദേഹം കണ്ടെത്തുവാനുള്ള തിരച്ചിൽ നടപടിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് തുടക്കം മുതൽ ഒരു തരത്തിലുമുള്ള റെസ്ക്യൂ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. രേഷ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമുണ്ട്, ഈ ഒരു സംഭവം നടന്നിട്ടും ഇത്തരത്തിലുള്ള അപകടം നടന്നിട്ടും ഫിഷറീസ് വകുപ്പ് മന്ത്രി ഞങ്ങളോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്തരത്തിലുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ അവഗണിക്കുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തീർത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു നടപടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ എൻഫോഴ്സ്മെന്റിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ ഏകോപിപ്പിക്കുവാനും നിലവിൽ ഇപ്പോൾ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതും വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ഒരു ഷിപ്പ്, അതായത് നേവിയുടെ ഷിപ്പ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് കോസ്റ്റൽ പോലീസ് പോലും അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഏകോപനം നമുക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ ഒരു തിരച്ചിൽ നടപടിയിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ഓരോ ഘട്ടത്തിലും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്ന് മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തിരിക്കുന്നത്. അവന്തിക. ശരി.